അഞ്ജന. എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ പേര് വൺ ഹാൻഡ് എംബ്രോയിഡറി എന്നാണ്. ഞാൻ എൻ്റെ ഈ ഒരു കൈ വെച്ചിട്ടാണ് ഞാൻ എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എൻ്റെ അക്കൗണ്ടിന് ഞാൻ വൺ ഹാൻഡ് എംബ്രോയിഡറി എന്ന് പേരിട്ടിരിക്കുന്നത്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ MSW കംപ്ലീറ്റ് ചെയ്ത ആളാണ്. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ 1 ഇയർ ജോലി ചെയ്തു. എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ 1 ഇയർ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഒരു കൗതുകത്തിന്റെ പുറത്താണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിങ്ങനെ ഒരു പ്രൊഫഷൻ ആക്കാനുള്ളൊരു ഇതിലല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊക്കെ ചെയ്ത് തുടങ്ങി. എൻ്റെ ഒരു കുറേ സമയത്തെ ഒരു റിസൾട്ടാണല്ലോ, ഞാൻ കുറേ നേരം വർക്ക് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണല്ലോ, അത് പോകണ്ടല്ലോ എന്നോർത്ത് ഞാൻ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി അതിൽ ഇട്ട് വെക്കാം എന്നോർത്താണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീടാണ് അതൊരു റീലായിട്ട് ചെയ്ത് അത് പെട്ടെന്നങ്ങ് ആൾക്കാരിലേക്ക് ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീടാണ് ആൾക്കാർ ഓരോരുത്തർ ചോദിച്ചു തുടങ്ങി ചെയ്ത് തരുമോ. പിന്നെ അങ്ങനെ ചെയ്ത വർക്കൊക്കെ ഞാൻ പിന്നെ റീലായിട്ട് ഇടാൻ തുടങ്ങി. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ തുടങ്ങിയത്. എംബ്രോയിഡറിയും സ്റ്റിച്ചിങ്ങും ഒന്നും ഞാൻ പഠിച്ചിട്ടല്ല സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെതായ ആരോട് ചോദിക്കണം അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല. ഞാൻ പരിചയമുള്ളവരൊക്കെ പറഞ്ഞു തരുന്നത് വെച്ചിട്ട് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് തുടങ്ങിയത്. അറിയില്ല എന്നുള്ളത് തന്നെയായിരുന്നു മെയിനായിട്ടുള്ള എനിക്കുള്ള ചാലഞ്ചസ്. ഞാൻ മെയിനായിട്ട് എംബ്രോയിഡറി ചെയ്യാറുള്ളത് ടീഷർട്ടിലും ഷർട്ടിലും ജീൻസിലും ഒക്കെയാണ്. കോട്ടൺ മെറ്റീരിയലുകളാണ് കൂടുതലായിട്ടും ചെയ്യാൻ എപ്പോഴും എളുപ്പം. അതാണ് ഈസി. എല്ലാ തരത്തിലുള്ളതിലും ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പൊതുവേ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അത് തരുന്ന വർക്ക് പോലെ ഇരിക്കും. ചെറിയ സൈസിലൊരു 5 സെന്റിമീറ്റർ വീതി നീളമുള്ളൊക്കെ ആണെങ്കിൽ ഒരു 2-3 മണിക്കൂർ കൊണ്ടൊക്കെ തീർക്കാൻ പറ്റും. പിന്നെ വലിയ ഒരു ടീഷർട്ടിൻ്റെ ഒരു സൈഡ് ഫുള്ളായിട്ടൊക്കെ ചെയ്യാനാണെങ്കിൽ 2-3 ദിവസം അല്ലെങ്കിൽ 4 ദിവസമൊക്കെ പൊതുവെ എടുക്കാറുണ്ട്. ചില വർക്കുകൾ അനുസരിച്ചിരിക്കും. അത് നമുക്ക് ചിലപ്പോൾ നല്ല തിക്കായിട്ട് ചെയ്യാനുള്ളതൊക്കെ ആണെങ്കിൽ ഒത്തിരി ടൈം എടുക്കും. അല്ലാതെ ലൈനായിട്ട് മാത്രം ചെയ്താൽ മതി, ജസ്റ്റ് ഇങ്ങനെ പുറമെ മാത്രം ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അധികം ടൈം എടുക്കൂല. അപ്പോൾ വർക്ക് അനുസരിച്ചിട്ടിരിക്കും. അതിന് ഞാൻ എടുക്കുന്ന എഫോർട്ടും ടൈമും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അനുസരിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ പേയ്മെൻറ്റ് സാധാരണ ചാർജ് ചെയ്യുന്നത്. ചെറിയ വർക്കൊക്കെ ആണെങ്കിൽ ഒരു 300-400 നിൽക്കും. ഞാൻ ഹൂപ്പിൽ ചെയ്യാറുണ്ട്. ഹൂപ്പിൽ ഹാപ്പി ബർത്ത്ഡേ, അങ്ങനത്തെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, അങ്ങനെ ഹൂപ്പിൻ്റെ ഉള്ളിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ടവലിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ടീഷർട്ടിലാണ് കൂടുതലും ചെയ്യുന്നത്. കാരണം ആൾക്കാർ അതാണ് എൻ്റെ അടുത്ത് കൂടുതൽ ചോദിക്കുന്നത്. പിന്നെ കുഞ്ഞുടുപ്പുകൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഓണം സീസണൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കുറേ പേര് ഉടുപ്പിൻ്റെ കുറേ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഓണം സീസണിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉടുപ്പുകളുടെ ഒക്കെ എൻക്വയറി വന്നേക്കുന്നത്. ഓണം സീസൺ ആയപ്പോഴേക്കുമാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഇപ്പോൾ ഓൾറെഡി ക്രിസ്മസിലേക്കുള്ള ഓർഡറൊക്കെ ഇപ്പം തന്നെ വന്നിട്ടുണ്ട് ഓൾറെഡി. കൂടുതലായിട്ടും യങ്സ്റ്റേഴ്സാണ് എൻ്റെ കസ്റ്റമേഴ്സ്. കല്യാണം കഴിഞ്ഞവരാണെങ്കിലും പ്രായം കുറഞ്ഞ കപ്പിൾസാണ് കൂടുതൽ എൻ്റെ അടുത്ത്. ഇപ്പോൾ അവരുടെ എന്തെങ്കിലും സ്പെഷ്യൽ മൊമെൻറ്റ്സ്, അങ്ങനെ എന്തെങ്കിലും പിക്ചേഴ്സായിട്ട് അത് ഒരു ഡ്രസ്സിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഗിഫ്റ്റ് ചെയ്യാൻ, സർപ്രൈസായിട്ട് ഗിഫ്റ്റ് ചെയ്യാൻ, അങ്ങനെയൊക്കെയാണ് ആൾക്കാർ കൂടുതൽ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഇതൊരു ഇംഗ്ലീഷ് സീരീസ് ക്യാരക്ടറാണിത്. ഹൈസൻബർഗ് എന്നാണ് ഈ ക്യാരക്ടറിൻ്റെ പേര്. ഈ ഒരു പിക്ചറിൻ്റെ റെഫറൻസിൽ ഞാൻ ചെയ്തതാണ് ഈ വർക്ക്. ഇത് ഈ ക്യാരക്ടറിന്റെ ഫേമസ് ഡയലോഗാണ് ഇതിന്റെ അടിയിൽ കൊടുത്തിരിക്കുന്നത്. എനിക്കൊരു കൈ ഇല്ല എന്നുള്ളൊരു കാര്യം എനിക്ക് അങ്ങനെ തോന്നലുകൾ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഫാദർ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് എന്നെ സൈക്കിളോട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ സാധാരണ പഠിപ്പിക്കുന്ന ആൾക്കാരൊക്കെ കൂടുതൽ എഫേർട്ട് ഇട്ടാണ് എന്നെ സൈക്ലിങ്ങും ഡ്രൈവിങ്ങും ഒക്കെ പഠിപ്പിച്ചേക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് പുറമേ നിന്ന് ഒരാൾക്ക് നോക്കുമ്പോൾ അത് പറ്റാത്തൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ എനിക്കതൊരു പറ്റാത്ത കാര്യമായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് കൂടെയുള്ളവർ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ സ്വിം ചെയ്യും, സൈക്ലിങ് ചെയ്യും, ഡ്രൈവ് ചെയ്യും. ഇപ്പോൾ റീസെൻ്റ്ലി ഞാനിപ്പോൾ കരാട്ടെ പഠിക്കുന്നുണ്ട്. എനിക്കങ്ങനെ ബുദ്ധിമുട്ടുകൾ അതൊന്നും എനിക്ക് വെല്ലുവിളികളല്ല. ശരിക്കും ഈ ഒരു സംരംഭം തുടങ്ങാൻ തന്നെ എൻ്റെ പാർട്ണറാണ് അതിന് കാരണം തന്നെ. കാരണം ഇങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ എൻ്റെ ഇത്രയും സമയത്തെ എഫോർട്ട് വെറുതെ വേസ്റ്റായി പോകരുതല്ലോ എന്നോർത്തിട്ടാണ് ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്ത് അതിൽ ഇട്ട് വെച്ചേക്കാം, അത് പോവണ്ടല്ലോ
എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ എൻ്റെ പാർട്ണറിൻ്റെ ഒരു ഐഡിയ കൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. പിന്നെയും മുന്നോട്ട് ഇങ്ങനെ റീലായിട്ടൊക്കെ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ തന്നതും എല്ലാം പാർട്ണർ തന്നെയാണ്. പിന്നെ ഫാമിലിയിൽ നിന്ന് എനിക്ക് കംപ്ലീറ്റ് സപ്പോർട്ടാണ്. എൻ്റെ ഫാമിലിയിൽ നിന്നും ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ നിന്നും എല്ലാം എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് തടസ്സങ്ങൾ കൂടാതെ എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനും എല്ലാം എനിക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഫുൾ സപ്പോർട്ടാണ് എനിക്ക് കിട്ടുന്നത്. എന്നെ പോലുള്ളവരെ ഗവൺമെൻറ് കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഇപ്പോൾ എനിക്ക് ഒരുപാട് പേരെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തി നിൽക്കുന്നത്. പക്ഷെ അങ്ങനത്തെ സപ്പോർട്ട് കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഗവൺമെൻറ് കുറച്ചുകൂടി ഫിനാൻഷ്യലി ഒക്കെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് മുന്നോട്ട് വരാൻ പറ്റും. കാരണം ഒരുപാട് കഴിവുള്ള ഇതുപോലെ ഒരു സപ്പോർട്ട് കിട്ടാതെ വീടുകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്കൊരു ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ ഇതുപോലെ ഒരുപാട് പേര് മുന്നോട്ട് വരും. ഒരുപാട് പേർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവും. വൺ ഹാൻഡ് എംബ്രോയിഡറി എന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു വർക്ക് മാത്രമല്ല, ഒരുപാട് പേർക്കൊരു മോട്ടിവേഷൻ ആവണം. ഒരുപാട് പേർക്ക് പല രീതിയിലുള്ള മോട്ടിവേഷൻ. ഇപ്പോൾ ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്ത് എന്നെ പോലെ സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് പേര് എൻ്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്തു. ഞാൻ അവർക്കൊരു മോട്ടിവേഷനായി, ഇനിയിപ്പോൾ കുറച്ചുകൂടെ പുറത്തിറങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഹെൽപ്പായി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ശരിക്കും ഞാനൊരു വർക്ക് ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ ഉപരി എന്നെപ്പോലുള്ള ഒരുപാട് പേര് ഇതുപോലെ മുന്നോട്ട് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ വേറൊരാളുടെ അടുത്ത് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ശരിക്കും ദൈവത്തിന് നോക്കുമ്പോൾ പെട്ടെന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടയാളം കൊടുത്തിരിക്കണതാണ് എന്നാണ് എൻ്റെ പഴയൊരു ഫ്രണ്ട് വേറൊരാൾക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ശരിക്കും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ശരിക്കും സ്പെഷ്യലാണ്, നിങ്ങൾ സ്പെഷ്യലാണ്. ബാക്കി എല്ലാവരും കോമൺ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ പുറകോട്ടല്ല നിൽക്കേണ്ടത്. നിങ്ങളെ എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മറച്ചു വെക്കാതെ പുറത്തേക്ക് വരിക, പുറത്തേക്ക് കാണിക്കുക. എനിക്കിതുവരെ അങ്ങനെ ഒന്നും പറ്റില്ല എന്നെനിക്ക് തോന്നിയിട്ടില്ല. ആരെങ്കിലും എന്നെ കൊണ്ട് നിനക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് എന്തുകൊണ്ട് പറ്റില്ല എന്നാണ് ഞാൻ ചിന്തിക്കാറ്. എനിക്കിങ്ങനെ ഒരു കാര്യങ്ങൾ ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ള ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എനിക്ക് എല്ലാത്തിലും ഒന്നിലും മാറി നിൽക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ഞാനൊരു എന്തെങ്കിലും പ്രത്യേകതയുള്ള ആളാണെന്ന് ഓർത്ത് എനിക്ക് മാറി നിൽക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എല്ലാവരുടെ ഒപ്പം ഇറങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്യാനാണ്. ഈ വൺ ഹാൻഡ് എംബ്രോയിഡറി എന്നുള്ളൊരു ഈ ഒരു പേജ് വളർത്തി വലിയൊരു ബ്രാൻഡാക്കി എടുക്കണം. പിന്നെ എന്നെ പോലെയുള്ളവരും അതുപോലെ ഉള്ളിലേക്ക് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരാതെ. ഞാൻ കാരണം ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ ഞാൻ കാരണം അവർക്കൊരു ജോലിയോ എന്തെങ്കിലും നൽകാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയുള്ളവരെ മുന്നോട്ടേക്ക് കൊണ്ടുവരണം. എൻ്റെ ഈ വൺ ഹാൻഡ് എംബ്രോയിഡറി എന്നുള്ളത് വലിയൊരു ബ്രാൻഡാക്കി എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം.